എറണാകുളം ടൗൺ ഹാളിൽ വലിയ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനും അവസാനമായി ശ്രീനിവാസനെ കാണാനുമായി ടൗൺ ഹാളിൽ എത്തിയിരുന്നു. ഇപ്പോൾ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. നാളെയാണ് രാവിലെ 10 മണിക്കാണല്ലോ സംസ്കാര ചടങ്ങുകൾ. എന്താണ് വിജയൻ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജി.കെ., നമ്മൾ ഉദയംപേരൂർ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇവിടെ ടൗൺ ഹാളിലേക്ക് വന്നത് ഒരു വിലാപയാത്രയാണ്. നിരവധി വാഹനങ്ങൾ ആ ആംബുലൻസിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെയായിരുന്നു അതിനൊപ്പം ഉണ്ടായിരുന്നത്. വീണ്ടും ആ വിലാപയാത്ര ടൗൺ ഹാളിൽ നിന്ന് ഉദയംപേരൂർ കണ്ടനാട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ മരട് പിന്നിട്ട് യാത്ര തുടരുകയാണ്. നിരവധി വാഹനങ്ങൾ ഈ വാഹന വ്യൂഹത്തിനുള്ളിൽ കടന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം ശ്രീനിവാസനെ കാണാനായി എറണാകുളത്ത് ടൗൺ ഹാളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കണ്ടനാട് വീട്ടിലേക്ക് പോകുന്ന ഒരു വലിയ യാത്രയായി ഇത് മാറിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കുറേയൊക്കെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. വാഹന വ്യൂഹത്തിൽ ഈ വളരെ കുറച്ച് മുന്നിലായും അത് ആ ആംബുലൻസ് പോകുന്നുണ്ട്. അതിനൊപ്പം മറ്റു വാഹനങ്ങൾ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മരട് കഴിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് കടക്കുകയാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം ഉദയംപേരൂർ കണ്ടനാട് മേഖലയിലാണ് അദ്ദേഹത്തിന്റെ താമസം. അവിടെ അദ്ദേഹത്തിന്റെ വീട്, അതിനോട് ചേർന്നുള്ള മേഖലയിലെ നാട്ടുകാരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ഇതൊക്കെ നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു കലാകാരനായി ഒരു ചലച്ചിത്ര പ്രവർത്തകനായി നിൽക്കുമ്പോഴും അദ്ദേഹം ആ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനെ പോലെ, ഒരു മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനെ പോലെ തന്നെയായിരുന്നു. അവരുടെ നിത്യജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും ശ്രീനിവാസൻ ഇടപെട്ട് അവർക്ക് എസ് വിജയകുമാർ, ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ശ്രീനിവാസന്റെ ഭൗതികദേഹം വഹിച്ചുള്ള ആ യാത്രയിൽ ആ വാഹന വ്യൂഹത്തെ അനുഗമിക്കുന്നുണ്ട്. വിജയകുമാർ, ശ്രീനിവാസൻ എങ്ങനെയാണ് ഒരു ചലച്ചിത്രകാരൻ എന്നതിന് അപ്പുറത്ത് സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടിരുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതം നയിച്ചിരുന്നത്? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കുമൊക്കെ അതിന് പ്രേരണയായി നിന്നത് സ്വന്തം അനുഭവങ്ങളും അദ്ദേഹം തൻ്റെ ചുറ്റുപാടിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെയാണ്. അങ്ങനെ മലയാളി ജീവിതത്തിനും മലയാളിയുടെ സ്വഭാവ സവിശേഷതകൾക്കുമൊക്കെ നേരെ പിടിച്ച ഒരു കണ്ണാടിയായി ശ്രീനിവാസൻ സിനിമകളും കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇനി അത് ഓർമ്മകളിലേക്ക് മായുകയാണ്. ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ നിത്യഹരിതനായി നമ്മുടെ ഓർമ്മകളിലുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.